ഹലോ, എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇതറിയാത്തതായി ആരും തന്നെ ഇല്ല. അരിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അത് നമ്മുടെ നാട്ടിലുള്ളവരോ ഞാനോ ചെയ്യുന്നതല്ല, ഉഗാണ്ടയിലെ പെൺകുട്ടികൾ ചെയ്യുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഇത്ര വിശേഷപ്പെട്ട സാധനമൊന്നുമല്ല. ഇവർ തന്നെ ഇത് കഴുകി കുറച്ച് സമയം വെയിലത്തിട്ട് ഉണക്കി പൊടിപ്പിച്ച് കൊണ്ടുവന്ന് വറുത്ത് ഇടിയപ്പവും പുട്ടും ഉണ്ടാക്കുന്ന ഇതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവർ സാധാരണ അരി വെള്ളത്തിലിട്ട് ചുമ്മാ ഒന്ന് കഴുകിയിട്ട് ചായച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളവരെ കാണിച്ചു കൊടുക്കണം, അങ്ങനെയല്ല അരി കഴുകേണ്ടതെന്ന് പറഞ്ഞ് നമ്മളൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ ഇത് കിച്ചണിൽ നിൽക്കുന്ന കുട്ടിയല്ല, ഇവൾ ലാബിൽ നിൽക്കുന്ന കുട്ടിയാണ്. അപ്പം ലാബിൽ നിന്നാണ് അരി എടുത്തത്. അതുകൊണ്ട് അവൾ തന്നെ അത് കഴുകി വൃത്തിയാക്കി ചെയ്യാണ്. സൈത്ത എന്ന അവളുടെ പേര്. അപ്പോൾ ഇന്ന് ഇവരുടെ ഫേസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഓർക്കാപ്പുറത്ത് പെട്ടെന്നാണ് നമുക്ക് അരി പൊടിപ്പിക്കണമെന്ന് തോന്നിയത്. അപ്പോൾ അവർക്കും മോശമായിട്ടൊക്കെ വിയർത്ത് വിഷമിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ അവരും പറയും ഞങ്ങൾ റെഡി ആയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ജോലി ചെയ്യുന്ന ഡ്രസ്സാണെന്നൊക്കെ പറയും. അപ്പം നമ്മൾ വിചാരിക്കും എങ്കിൽ ശരിയാകട്ടെ എന്ന് ഞാൻ കരുതാറുണ്ട്. അപ്പോൾ ഇവൾ നല്ലൊരു കുട്ടിയാണ് കേട്ടോ. അപ്പം അവളെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. അരി പൊടിച്ചു കൊണ്ടുവന്ന് വൈകുന്നേരമായിരുന്നു, ഉച്ച കഴിഞ്ഞാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഡ്യൂട്ടി ടൈമൊക്കെ കഴിഞ്ഞവർ പോകാനൊക്കെ തുടങ്ങിയ സമയത്തായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അവരെ വെച്ച് ഒരുപാട് വീഡിയോ ചെയ്യാഞ്ഞത്. അപ്പോൾ അരിപ്പൊടി വറക്കുന്നതും ഒക്കെ ഇവർക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം. നന്നായിട്ട് അരി പാകത്തിനൊക്കെ വറുത്ത് റെഡിയാക്കും. ആഞ്ചലയും ആനറ്റും ജെനിഫറും ഉണ്ട്. ആനറ്റ് എന്നാണ് അവളുടെ സെക്കൻഡ് നെയിം. അപ്പം ഞാനെപ്പോഴും ആനറ്റെന്ന് വിളിക്കുന്നുണ്ട്. ഇത് കുറച്ച് പച്ചപ്പൊടി മാറ്റി വെച്ചതാണ് നമ്മൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഞാൻ അടുത്ത ദിവസം പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി കോല് പോലത്തെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം ഒത്തിരി കഴിക്കത്തില്ല, അതുകൊണ്ട് ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ജസ്റ്റിനാണ്, അവൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നതൊരു ഞായറാഴ്ചയാണ് കേട്ടോ, അല്ലാതെ വർക്കിംഗ് ഡേയിൽ പറ്റത്തില്ല ഇടിയപ്പം. കാരണം ഇവർക്ക് തന്നെ ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ എല്ലാവരും സഹായിക്കും. ഇത് നമ്മുടെ ഇവിടുത്തെ സയൻറ്റിസ്റ്റാണ് പുള്ളിയൊക്കെ. എല്ലാവരും കയറി കിച്ചണിൽ സഹായിക്കും ഇവരെ സമയത്തിന് ഫുഡായിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എല്ലാവരും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കും, എല്ലാവരും കൂടെ കഴിക്കും. അതാണ് ഇവിടെ ഒരുപാട് ഉണ്ടാക്കണം, ഒരുപാട് ആൾക്കാരില്ലേ. അപ്പം ഇടിയപ്പം അത്രയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. അതുമല്ല, നമ്മളല്ലല്ലോ ഉണ്ടാക്കുന്നത്, ഇവരല്ലേ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അവസാനമാകുമ്പോൾ ഞാൻ മറന്നു പോകും അത് പറയാനെ കൊണ്ട്. അപ്പം 2 പാത്രത്തിലാക്കി നിറച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആരൊക്കെ അവിടെ ഉണ്ടോ അവരെല്ലാവരും ചേർന്ന് ഭക്ഷണമായിട്ടില്ലെങ്കിൽ സഹായിച്ചു കൊടുക്കും. അപ്പം പിള്ളേർക്കും അതൊരു വലിയ ഇഷ്ടമാണല്ലോ. അപ്പം കറിയൊക്കെ അവർ തന്നെ ചെയ്തോളൂ. ഇടിയപ്പം സ്ഥിരം ഇവിടെ ചെയ്യാത്തതായതുകൊണ്ട് കുറച്ച് താമസമാണ് അവർക്ക് ചെയ്യാൻ. അപ്പം നമ്മൾ ആരൊക്കെ അവിടെ ഉണ്ടോ അവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത് അവരെ സഹായിക്കാറുണ്ട്. പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചെന്നവരുടെ കൂടെ നിന്ന് ഇടിയപ്പം പീച്ചാനോ ഒന്നിനും നിൽക്കേണ്ട, പറഞ്ഞു കൊടുത്താൽ മതി ഇതുപോലെ ചെയ്യാൻ. മുട്ടക്കറി നല്ല ടേസ്റ്റായിട്ട് ചെയ്യും. മുട്ടക്കറിയുടെ ഒന്നും റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇത് പിന്നെ കാഷ്യൂനട്ടൊക്കെ അരച്ചൊക്കെ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു സൺഡേയിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. വീഡിയോ എടുത്തു വെച്ചതായിരുന്നു, ഇടാനുള്ള ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഇടിയപ്പവും മുട്ടക്കറിയൊന്നും നമ്മൾ പറഞ്ഞൊന്നും കൊടുക്കണ്ട. അതൊക്കെ അവർ എത്ര മുട്ട വേണം, മുട്ട എല്ലാവരും കഴിക്കത്തില്ല, അപ്പം കഴിക്കുന്നവരുടെ അനുസരിച്ച് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.